ചേട്ടാ ഈ ഫ്ലൈറ്റിലെ ആരായിട്ടും കാല് ബുക്ക് അടിക്കുന്നതൊക്കെ നമുക്ക് ഭയങ്കര എന്താ കോരിപ്പിക്കുന്ന പോലത്തെ വരാം. അപ്പൊ അതേപോലത്തെ രംഗങ്ങളൊക്കെ ചേട്ടന്റെ കാല് ബുക്ക് അടിക്കുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റിന് വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ അതോ പഠിച്ചെടുത്തോ കാര്യങ്ങൾ? വളരെ പെട്ടെന്നായിരുന്നു അതെ, സാറിന് പേടിച്ച് ചെയ്ത അത് പറ. ഞാൻ എന്ത് സംഭവം വെച്ചാൽ ഞാനിതിന് മുന്നേ വരുന്നതിന് മുന്നേ സാറിനോട് പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു വെയിറ്റ് കുറച്ചിട്ട് വരണം എന്നുള്ളത്. അപ്പോൾ ഇവൻ വെയിറ്റ് കുറച്ചിട്ട് വന്നു, പക്ഷേ 5 കിലോ കുറച്ചു. അപ്പോൾ ഞാൻ സാറിനോട് ചോദിച്ചു, ഇങ്ങനെ സാറ് ഓക്കെ അല്ലേ എന്ന് ചോദിച്ചു. ആക്ച്വലി 5 കിലോ കൂടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി സാറ് ഓക്കെ ആണ് എന്ന് പറഞ്ഞു. പിന്നീട് ഈ ഫൈറ്റ് വന്ന സമയത്ത് എനിക്ക് ഓൾറെഡി കാല് ലുക്മാൻ വളയിലൊരു ചവിട്ടി കൊട്ടിയിട്ട് കയ്യിൽ പ്ലേറ്റ് ഇട്ടിരിക്കുകയാണ്. ഇവിടെ മുട്ട് ഇതേപോലെ ചെറുങ്ങനെ തേയ്മാനം സംഭവിച്ച് മുട്ടിനും പ്രശ്നമുണ്ട്. അപ്പം ഈ പൊക്കി ചവിട്ടുക എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒറ്റക്കാലിൽ പൊട്ടി ചവിട്ടുമ്പോഴേക്ക് എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇത് വരും. കാരണം പക്ഷേ സെന്തിൽ സഹകരിച്ചു. അപ്പം വലിയ ഇതില്ലാതെ അടികൊണ്ട് സെന്തിലങ്ങ് പോയി. അപ്പോൾ അധികം ചവിട്ടേണ്ടി വന്നില്ല. ആ ഒറ്റ ചവിട്ട് തന്നെ ഏകദേശം ഓക്കെ ആയിരുന്നു. ഫൈറ്റ് പിന്നെ നമ്മൾ ഫീനിക്സ് ആയിരുന്നില്ലേ, ഫീനിക്സ്, അതെ. അപ്പോൾ ഫീനിക്സുമായിട്ട് ഓൾറെഡി കുറേ പടങ്ങൾ ഫൈറ്റ് ചെയ്തത് ഉള്ളതുകൊണ്ട് ഫീനിക്സുമായിട്ട് നല്ല സിങ്കാണ്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ല. ഞാൻ അങ്ങനെ അധികം പടങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടില്ല. ഒരേ മുഖത്തിലൊക്കെ അവസാനത്തെ അതും വിട്ടുകൊണ്ട് ചാവുന്ന അവസാനം മാത്രമേ ഉണ്ടാവും. ഫൈറ്റ് തന്നെ ചെയ്ത് പോകുമ്പോൾ അത് രസം. പക്ഷേ ഫിറ്റ്നസ് കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായേനെ. അതെ, എന്നുവെച്ചാൽ കുറച്ചുകൂടെ ഒരു ആരോഗ്യം കുറച്ചുകൂടെ ഒന്ന് ഫിറ്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടെ ഭംഗി ഉണ്ടായേനെ. പക്ഷെ എനിക്ക് ഇഷ്ടമായത് ഉണ്ണിയുടെ ഫൈറ്റാണ്. ഉണ്ണി മറ്റേ കോളേജിൽ ക്യാൻറ്റീനിലൊരു LKG കുട്ടീനെ അടിച്ച് മുടിക്കുന്നുണ്ട്, ചെറിയൊരു കുട്ടീനെ. അതിൽ ഉണ്ണിയുടെ അടി അതൊരു സാറാ ഫൈറ്റ് വേണ്ടെന്ന് പറഞ്ഞ് ഉണ്ണി നിർബന്ധിച്ച് വെച്ച ഫൈറ്റാണ്. ഉണ്ണി ഇറക്കിയതാണ് ഫൈറ്റ്. നമ്മുടെ ഒരു ഫൈറ്റിന്റെ അവിടെ ഓടിച്ചു വിടുന്ന കേസിൽ എന്നെ ഇങ്ങനെ ഒറ്റ സിംഗിൾ പീസിൽ കാണാൻ ഇഷ്ടപ്പെടുന്നില്ല. ഇല്ലടാ, ഞാൻ ഈ ഫൈറ്റ് ഒന്നുമില്ല. വിളിക്കാതിരിക്കാനാണ് മുട്ടുപോയി. അല്ല, അത് മറ്റേ ഇതിനകത്ത് വളരെ ചെറിയൊരു അടി, നല്ലൊരു അടി കിട്ടിയ അവൻ്റെ ഇത് നല്ല ചവിട്ടും ഇതൊക്കെയാണ്. ഇന്നത്തെ പുതിയ തലമുറ എല്ലാവർക്കും ഭയങ്കര ആവേശം കൂടുതലാണ്. ഞാൻ ലുക്മാൻ അന്ന് ജിംഖാന കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് അവനെൻ്റെ നെഞ്ചത്താണത് ഫൈറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഗ്യം ഉണ്ണിക്ക് എൻ്റെ കൂടെ എന്നുവെച്ചാൽ ഉണ്ണിയുടെ കൂടെ എനിക്ക് ഫൈറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ ഉണ്ണിയുടെ മുന്നിൽ ഞാൻ നിഷ്പ്രഭമായി പോയനെ.